ഉടമസ്ഥൻ സ്ഥലത്തില്ലാതിരുന്ന സമയത്ത് കാർഷിക വിളകൾ വെട്ടിനശിപ്പിച്ചതായി പരാതി. ഇടുക്കി മുരിക്കാശ്ശേരിയിലാണ് സംഭവം. വെള്ളൂക്കുന്നേൽ തോമസ് ജോർജിന്റെ പുരയിടത്തിലാണ് അക്രമം നടന്നത്. തോമസിന്റെ പരാതിയിൽ മുരിക്കാശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. മുരിക്കാശ്ശേരി വെള്ളൂക്കുന്നേൽ തോമസ് ജോർജിന്റെ പുരയിടത്തിലെ 4 വർഷം പ്രായമായ 54 തെങ്ങിൻ തൈകളും 37 കുരുമുളക് ചെടികളും 6 ജാതി ചെടികളുമാണ് പലതവണയായി സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. കഴിഞ്ഞ മാസം നാഗാലാൻഡിലേക്ക് യാത്ര പോയിരുന്ന തോമസ് ജോർജ് കഴിഞ്ഞ ദിവസം മടങ്ങിയെത്തിയപ്പോഴാണ് കൃഷി നശിപ്പിച്ചതായി കണ്ടെത്തിയത്. കാട്ടുമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാവാത്ത വിധം തെങ്ങിൻ തൈകൾക്ക് സംരക്ഷണം ഒരുക്കിയിരുന്നതിനാൽ മൃഗങ്ങളുടെ ആക്രമണത്താലല്ല തൈകൾ നഷ്ടപ്പെട്ടത് എന്ന് തോമസ് ഉറപ്പിച്ചു പറയുന്നു. ഞാൻ പേരൊരിക്കലും സൂചിപ്പിക്കുന്നില്ല. ഇതിൽ എൻ്റെ ചങ്ക് തകർന്നു പോയി. ഞാൻ ഒരാഴ്ചയോളം ഞാൻ എൻ്റെ എല്ലാ മാനസിക സ്ട്രെങ്തും നഷ്ടപ്പെട്ട് ഞാൻ വെറും കിടന്നുറങ്ങി, ഭക്ഷണം പോലും കഴിക്കാതെ കിടന്നുറങ്ങി. ഞാൻ ഇതിനിടയ്ക്ക് മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരു സാറിനെ വിളിച്ചിരുന്നു. അദ്ദേഹത്തോട് ഞാൻ വരുമ്പോൾ എൻ്റെ സുഹൃത്താണ്, അദ്ദേഹത്തോട് പറഞ്ഞപ്പോഴും പറഞ്ഞു, ടോമി നമുക്ക് തെളിവില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇപ്പം മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പേര് വെച്ചതിന് കേസ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും എൻ്റെ മക്കളെ പോറ്റുന്ന പോലെ കയറ്റിക്കൊണ്ട് വന്നു. ഞാൻ ആത്മീയമായിട്ട് എൻ്റെ മനസ്സ് തകർന്നു പോയിട്ട് ഞാൻ 2 വട്ടം ആത്മഹത്യ ചെയ്യണം. എനിക്ക് കാരണം ആരും സപ്പോർട്ടില്ല, പോലീസിൽ നിന്നൊരു ഇത് കിട്ടുന്നില്ല. എല്ലാ പോലീസിനും തെളിവോടുകൂടി അല്ലല്ലോ കേസുകൾ പിടിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇത്തരത്തിൽ കൃഷി നശിപ്പിക്കപ്പെട്ടതിനാൽ പുതിയ തൈകൾ വെച്ച് പരിപാലിച്ചു വരുന്നതിനിടെയാണ് വീണ്ടും കൃഷി നശിപ്പിക്കപ്പെട്ടത്. സംഭവത്തിൽ മുരിക്കാശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.